ശരീരത്തിന്റെ പ്രവർത്തനത്തിന് കരൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് അനിവാര്യമാണ്. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും രക്തം ശുദ്ധീകരിക്കുന്നതിനും ദഹന വ്യവസ്ഥ കൃത്യമായി നടക്കുന്നതിനും കരൾ പ്രവർത്തിക്കണം. നമ്മുടെ ശരീരത്തിലെ വിഷമയമായ വസ്തുക്കളെ പുറന്തള്ളുന്നതിനും രക്തത്തിലെ കെമിക്കലുകളുടെ അളവ് നിയന്ത്രിക്കുന്നതിനും നല്ല ആരോഗ്യത്തിനും കരൾ കൃത്യമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. സ്വയം വൃത്തിയാക്കി എടുക്കാൻ ശേഷിയുള്ള അവയവമാണ് കരൾ. എങ്കിലും ചില സമയത്ത് കരളിന് അത് സാധിക്കാത്ത അവസ്ഥ വരാം. കരളിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് ബീറ്റ്റൂട്ട്. നൈട്രേറ്റ്സ്, ആന്റി ഓക്സിഡൻസ് എന്നിവയാൽ സമ്പന്നമാണ് ബീറ്റ്റൂട്ട്. ഇത് കരളിലെ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ലിവർ എൻസൈംസ് എന്നത് ഒരു പ്രോട്ടീനാണ്. ഇത് ശരീരത്തിലെ കെമിക്കൽ റിയാക്ഷൻസ് വേഗത്തിലാക്കുന്നതിനും ഭക്ഷണവും വിഷവും തമ്മിൽ വേർതിരിക്കുന്നതിനും രക്തം കട്ടപിടിക്കുന്നതിനുമെല്ലാം സഹായിക്കുന്നുണ്ട്. കൂടാതെ അണുബാധ വരാതെ തടയുന്നതിനും ഇതിന്റെ പ്രവർത്തനം അനിവാര്യമാണ്. ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കുന്നതിലൂടെ കരളിനുണ്ടാവുന്ന ഓക്സിഡേറ്റീവ് ക്ഷതങ്ങൾ പരിഹരിച്ച് കരൾ വീക്കമെല്ലാം ഇല്ലാതാക്കാനും കരളിനെ സംരക്ഷിക്കാനും കരൾ വൃത്തിയാക്കി ആരോഗ്യത്തോടെ നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് മുന്തിരി. എല്ലാ മുന്തിരിയും കരളിന്റെ ആരോഗ്യത്തിന് നല്ലതാണോ? അല്ല. നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതോ അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിൽ കാണപ്പെടുന്നതുമായ മുന്തിരിയാണ് കരളിന്റെ ആരോഗ്യത്തിന് നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ വൈൻ മുന്തിരി. മുന്തിരിയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. ഇത് കരളിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുകയും കരളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. കരളിന്റെ ആരോഗ്യത്തിന് ഉണക്കമുന്തിരിയും നല്ലതാണ്. ഉണക്കമുന്തിരി തലേ ദിവസം കുതിർത്ത് പിറ്റേ ദിവസം കഴിക്കുന്നതും കരളിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. മറ്റൊന്ന് കരളിനെ സ്വയം വൃത്തിയാക്കി എടുക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് ബ്രോക്കോളി. ഇത് എൻസൈംസിനെ വിഷവിമുക്തമാക്കുകയും കരളിനെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കരളിനെ രക്തത്തിന്റെ തോത് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. കരളിന്റെ ആരോഗ്യത്തിനായി ബ്രോക്കോളി ഉപയോഗിച്ച് സാലഡ് ഉണ്ടാക്കി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. സാലഡ് തയ്യാറാക്കുമ്പോൾ അതിൽ നട്ട്സും മുളപ്പിച്ച പയറും ചേർത്താൽ കൂടുതൽ ഗുണം ലഭിക്കും. ഫാറ്റി ലിവർ പ്രശ്നത്തിനും ഇത് നല്ലതാണ്. മറ്റൊന്ന്, ഫാറ്റി ലിവർ പ്രശ്നം നേരിടുന്നവർക്ക് ധൈര്യമായി കഴിക്കാവുന്ന ഒരു നട്ട്സ് ആണ് വാൾനട്ട്. ഇതിൽ ഹെൽത്തി ഫാറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. കൂടാതെ ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ് ഘടകങ്ങളെല്ലാം കരളിന്റെ ആരോഗ്യത്തിന് മുതൽക്കൂട്ടാണ്. വാൾനട്ടിൽ ഒമേഗ-6, ഒമേഗ-3 ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇവ കരളിനെ സംരക്ഷിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന പോളിഫെനോൺ ആന്റി ഓക്സിഡൻസ് കരളിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കരളിനെ സ്വയം വൃത്തിയാക്കുന്നതിൽ നിന്നും കരളിൽ കൊഴുപ്പ് കെട്ടിക്കിടക്കാതെ കരളിനെ സംരക്ഷിക്കാൻ വാൾനട്ട് കഴിക്കുന്നതിലൂടെ സാധിക്കും. ഇനി ലിവർ ക്യാൻസർ കുറയ്ക്കുന്നതിനും കരളിനെ ശുദ്ധീകരിച്ചെടുക്കുന്നതിനും കാപ്പി കുടിക്കുന്നത് നല്ലതാണ്. ഒരു ദിവസം 2-3 കാപ്പി കുടിക്കുന്നത് കരളിന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. കരളിലെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും അതുപോലെ ലിവർ സിറോസിസ്, ക്യാൻസർ, ഫൈബ്രോസിസ് എന്നീ അവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കാനും ഇതിലൂടെ സാധിക്കും. മിതമായ അളവിൽ മാത്രം കാപ്പി കുടിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ പഞ്ചസാര ചേർത്ത് കഴിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.